ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗിയറിലിട്ട് നമ്മൾ ജസ്റ്റ് ഈ ബ്രഷിനെ പിടിച്ചു കൊടുത്താൽ എളുപ്പം നമ്മുടെ പരിപാടി തീരും. നമുക്ക് ലൂബ് ചെയ്യാം. അപ്പോൾ ലൂബ് ചെയ്യാൻ വേണ്ടി ഞാൻ പലതരം ലൂബുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് പല വീഡിയോസിലും ഞാൻ യൂസ് ചെയ്ത ലൂബൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ലാസ്റ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ സാധനം എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ ചെയിനിനുള്ളിൽ തന്നെ പ്രീ ലൂബ് ഉണ്ട്. അതായത് ഈ ഒരു റബ്ബർ ബുഷ് വെച്ചാണ് ആ ഒരു ലൂബ് അവർ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പോയി ചെയിൻ പെട്ടെന്ന് ഡാമേജ് ആയി പോകും. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെയിൻ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം എഞ്ചിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന പവർ കറക്റ്റ് റെയർ വീലിലോട്ട് എത്തിക്കുന്ന മെയിൻ മീഡിയമാണ് ചെയിൻ. അപ്പോൾ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് നമ്മൾ എപ്പോഴും നല്ല കണ്ടീഷനിൽ കീപ്പ് ചെയ്താലേ നമുക്ക് ബൈക്ക് ഓടിക്കാനും നല്ലൊരു സുഖം ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ചെയിൻ ലൂബാണ്, അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ചെയിൻ ക്ലീനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പല ടൈപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള 2 പ്രോഡക്റ്റ്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു മെയിൻ ഡൗട്ടാണ് എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയിൻ ലൂബ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ ലൂബ് ചെയ്യണം എന്നുള്ള കാര്യം. ഞാൻ ആദ്യം ഒരു ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ ലൂബ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഷോറൂം എന്ന് പറഞ്ഞു ആ ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്തു പോയി. പക്ഷേ ഇത്രയും നാളത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻ്റർവെല്ലൊന്നുമില്ല. നമ്മുടെ ചെയിൻ എപ്പോഴൊക്കെ ഡ്രൈ ആവും അപ്പോഴൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പ്രത്യേകിച്ച് മഴ സമയത്ത് നമ്മൾ ഓടിക്കുമ്പോഴാണ് ചെയിൻ പെട്ടെന്ന് ലൂബൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതൽ ഈ ഒരു മഴ സമയത്താണ്. ആ സമയത്തൊന്നും നമ്മൾ കിലോമീറ്റർ നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ ചെയിൻ ലൂബ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുക. ഓവറായിട്ട് ലൂബ് ചെയ്യരുത്. ഓവറായിട്ട് ലൂബ് ചെയ്താലും ചെയിനിന് ഇഷ്യൂ വരും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം നമ്മൾ ലൂബ് ചെയ്ത് കൊടുത്താൽ മതി. മഴവെള്ളം തട്ടിക്കഴിഞ്ഞാൽ ചെയിൻ മാത്രമല്ല വണ്ടിയുടെ പല ഭാഗത്തും റസ്റ്റ് പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മഴയത്ത് നല്ലൊരു റൈഡ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് തന്നെ വീട്ടിൽ നമ്മുടെ വെള്ളം വെച്ച് ഏറ്റവും നല്ലത് കിണറിലെ വെള്ളമാണ്. ജസ്റ്റ് ഒന്ന് കഴുകി അകത്തേക്ക് നമ്മൾ ഷെഡിൽ വയ്ക്കുക. പിന്നെ വേറെ വലിയ പ്രശ്നം വരില്ല. പിന്നെ പിറ്റേ ദിവസം നോക്കുക ചെയിൻ പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂബ് അനുസരിച്ചിരിക്കും. പെട്ടെന്ന് ചെയിൻ അങ്ങ് ഡ്രൈ ആയ ഒരു ഫീലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റസ്റ്റിൻ്റെ ഇഷ്യൂ ഒന്നും വരില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മഴയത്ത് നമ്മൾ റൈഡ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയിനിലൊക്കെ പെട്ടെന്ന് റസ്റ്റ് ചേർന്ന് കാണാൻ പറ്റും. സോ ഇത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയിനിൻ്റെ ലൈഫ് നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ പേഴ്സണലി ഈ യമഹയുടെ സ്റ്റോക്ക് ചെയിൻ ഇതിൻ്റെ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ചെയിൻ ഏകദേശം 16,000 സംതിങ് കിലോമീറ്റർ ഞാൻ യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മാറിയത് അത് കംപ്ലീറ്റ് വെയർ ഔട്ട് ആയതുകൊണ്ടല്ല ഞാൻ മാറിയത്. ഫോളോ ചെയ്യുന്നവർക്കറിയാം കംപ്ലീറ്റ് ഒന്ന് സർവീസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സർവീസ് ചെയ്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടി ആ ചെയിൻ കിടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ കൂടെ അങ്ങ് മാറിക്കളഞ്ഞാണ്. ചെയിൻ ഒരുപാട് വെയർ ഔട്ട് ആവുന്നതിനനുസരിച്ച് ആ ഒരു പവർ ട്രാൻസ്ഫർമേഷൻ കറക്റ്റായിട്ട് നടക്കില്ല. ആ ഒരു പവറിൽ ഡിഫറൻസ് വരും. പിന്നെ ഓടിക്കാനുള്ള ഒരു സുഖവും മാറും. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരാതിരിക്കാനാണ് ആ ഒരു ടൈപ്പിൽ എനിക്ക് റോഡോൻ്റെ ചെയിൻ എല്ലാവരും യൂസ് ചെയ്യുന്നവർ വളരെ നല്ല അഭിപ്രായമാണ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത്. ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ റോഡോൻ്റെ ചെയിൻ സ്പോക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടത്. അങ്ങനെ ചെയിൻ സ്പോക്കറ്റ് വെൽ മെയിൻറ്റൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ആ ഒരു സുഖം തന്നെ മാറും. എപ്പോഴും ചെയിൻ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ്റെ ലൈഫ് മാക്സിമം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ് ഏതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്ര കറോസിൻ മാത്രം നമുക്ക് മതി ഈ ഒരു ചെയിൻ കംപ്ലീറ്റ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ. ഞാൻ യൂസ് ചെയ്തതിൽ പല ടൈപ്പ് ക്ലീനേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു കെറോസിൻ തന്ന അത്ര സാറ്റിസ്ഫാക്ഷൻ വേറെ ഒരു ക്ലീനറും എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ എന്തായാലും കെറോസിൻ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പെട്രോൾ ഒന്നും ആരും യൂസ് ചെയ്യാതിരിക്കുക. പെട്രോൾ ഒത്തിരി ഷാർപ്പാണ്, നമുക്ക് അത് യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കെറോസിനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയിൻ ക്ലീൻ ചെയ്യാം. സോ ഞാൻ ഇതുപോലൊരു ബ്രഷ് വെച്ച് കെറോസിൻ ഒരുപാട് വേസ്റ്റ് ആവാതെ കംപ്ലീറ്റ് ചെയിനിൽ ഞാൻ ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് ഈ ഒരു ബ്രഷ് ചെറുതായിട്ട് ചെയ്താൽ മതി. നമുക്ക് ഇത് വെച്ച് ചെയ്തിട്ട് ചെയിൻ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് വെച്ചിട്ട് ഒരു പിടിക്കുമ്പോഴത്തേക്കും പിന്നെ ഇതിൽ ഒരഴുക്കും കാണില്ല. ചെയിൻ കംപ്ലീറ്റ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വിടാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സ്പ്രോക്കറ്റിൻ്റെ ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഇതുപോലെ ചെയിൻ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് വെച്ച് കംപ്ലീറ്റ്ലി ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗിയറിലിട്ട് നമ്മൾ ജസ്റ്റ് ഈ ബ്രഷിനെ പിടിച്ചു കൊടുത്താൽ എളുപ്പം നമ്മുടെ പരിപാടി തീരും. പക്ഷേ ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ ഇനി എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും ഒരിക്കലും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ചെയിൻ ക്ലീൻ ചെയ്യരുത്. ചെയിൻ ക്ലീൻ ചെയ്യുന്ന സമയം നമ്മുടെ ഇഗ്നീഷൻ അങ്ങ് ഓഫ് ചെയ്തിട്ടിരുന്നാൽ മതി. അല്ലാതെ ഒരിക്കലും എളുപ്പ പരിപാടി കാണിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു 99% നിങ്ങളുടെ വിരൽ കട്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അറിയാതെ എങ്ങനെയും ഈ സ്പോക്കൻ്റെ ഇടയിലോട്ട് വിരൽ പോയി കഴിഞ്ഞാൽ 2 പീസായി പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർക്ക് ഇത് സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എത്ര തിരക്കാണെന്ന് വിചാരിച്ചാലും നിങ്ങൾ പയ്യെ കൈവച്ച് ടയർ കറക്കി തന്നെ ചെയ്യുക. ഒരിക്കലും ടയർ ഈ ഒരു രീതിയിൽ കറക്കി വിടരുത്. അതായത് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഉള്ളിലോട്ടുള്ള രീതിയിൽ നമ്മളിതാ ഇങ്ങനെ പുറത്തോട്ട് കറക്കി വേണം ചെയിൻ ക്ലീൻ ചെയ്യാൻ. മാനുവലി ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ.
അല്ലാതെ ഒരിക്കലും എളുപ്പ പരിപാടി കാണിച്ച് വെറുതെ വിരലൊന്നും കളയരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയിൻ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടാം. ഏരിയയിലൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു തുണി വെച്ച് കംപ്ലീറ്റ്ലി തുടച്ചങ്ങ് എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ഡേർട്ട് കംപ്ലീറ്റ് പോവും. നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ ചെയിനിൻ്റെ മാക്സിമം എല്ലാ സൈഡിൽ നിന്നും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ആ ഒരു ബ്രഷിന് ഈ ഒരു 3 സൈഡിലും ബ്രഷ് വരുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ വയ്ക്കുമ്പോൾ തന്നെ ഈ 3 ഏരിയയും ക്ലീൻ ആവും. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഭാഗം ക്ലീൻ ആക്കാൻ വേണ്ടി ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ആ ഒരു സൈഡിൽ ഒന്ന് പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ചെയിൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു നിങ്ങളുടെ പഴയ ഒരു ക്ലോത്ത് എടുത്തിട്ട് കംപ്ലീറ്റ് ഒന്ന് തുടച്ചെടുക്കുക. തുടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക വിരലുള്ളിൽ പോകാതെ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചെയിൻ തിരിച്ച് മാത്രം ക്ലീൻ ചെയ്യുക. എപ്പോഴും ഈ ബാക്ക് സ്പോക്കറ്റ് മാത്രം ക്ലീൻ ചെയ്യാതെ ഇടയ്ക്ക് ഫ്രണ്ടിലത്തെ ഇന്നർ സ്പോക്കറ്റും കൂടെ നമ്മൾ ക്ലീൻ ചെയ്യണം. അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പ്രത്യേകിച്ച് ആർ1 ഫയൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇളക്കി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇവിടുത്തെ ഇന്നർ സ്പോക്കറ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഒരുപാട് ഡേർട്ട് പെട്ടെന്നാവുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ആ ഒരു ടൈമിൽ ജസ്റ്റ് ഇന്നർ സ്പോക്കറ്റ് കൊണ്ട് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. കാണാം അതാ ചെയിൻ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. ചെയിൻ മാത്രമല്ല അതാ ഈ ഒരു സ്പോക്കറ്റും കറോഷൻ യൂസ് ചെയ്യുന്ന മെയിൻ റീസൺ ഇതാണ്. ചെയിൻ പെട്ടെന്ന് കംപ്ലീറ്റ് ഡേർട്ട് നല്ല രീതിയിൽ നമുക്ക് കഴിഞ്ഞ് ഇളകി വരും. കംപ്ലീറ്റ് നമുക്ക് നല്ലൊരു ഫ്രഷ് ബ്രാൻഡ് ന്യൂ ഫീൽ കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് ലൂബ് അപ്ലൈ ചെയ്യാം. സാധാരണ ഞാൻ ചെയ്യുന്നത് ഇത്രയും തുടച്ചിട്ട് ബൈക്ക് ഫുള്ള് കഴുകി ഉണങ്ങിയതിന് ശേഷം മാത്രം ലൂബ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എൻ്റെ ബൈക്കിൽ ഒരുപാട് അഴുക്കില്ല, അതുകൊണ്ട് ഞാൻ ബൈക്ക് കഴുകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ലൂബ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മൾ ചെയിൻ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ലൂബ് ചെയ്യാം. അപ്പോൾ ലൂബ് ചെയ്യാൻ വേണ്ടി ഞാൻ പലതരം ലൂബുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് പല വീഡിയോസിലും ഞാൻ യൂസ് ചെയ്ത ലൂബൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ലാസ്റ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ സാധനം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന TVSൻ്റെ ചെയിൻ ലൂബാണ്. ഇത് എനിക്ക് നല്ല ബെസ്റ്റായിട്ട് തന്നെ തോന്നി. അത്യാവശ്യം മഴയത്തൊക്കെ നമ്മളിത് ഓടിച്ചാലും പെട്ടെന്നൊന്നും ഇതങ്ങനെ പോകില്ല. അതുപോലെ ഇതൊരു ഫോം ടൈപ്പ് ചെയിൻ ലൂബാണ്, അതുകൊണ്ട് ഒരുപാട് വേസ്റ്റേജും വരില്ല. ബാക്കി പല ബ്രാൻഡ്സും ഞാൻ യൂസ് ചെയ്ത് നോക്കി, ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞാൽ യമഹയുടെ ലൂബും വലിയ കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴയത്ത് ഓടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ TVSൻ്റെ ഈ ഒരു ലൂബ് കുറച്ചും കൂടെ നന്നായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്യാം. എവിടെ നിന്ന് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണമെന്നുള്ളത് ഞാൻ പല ഏരിയയിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന്, അതുപോലെ തന്നെ ഈ മുകളിലത്തെ ഭാഗത്തു നിന്ന്, ഈ ഒരു സൈഡിൽ നിന്ന് എല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആക്ച്വലി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ചെയിൻ്റെ ഈ ഒരു ഇന്നർ ഭാഗത്തു നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ വേറൊരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് ലൂബ് ചെയ്യുന്ന സമയത്ത് ചെയിൻ്റെ ഈ ഒരു നടുക്ക് ഭാഗത്തായിട്ട് ചുമ്മാ നമ്മൾ സ്പ്രേ ചെയ്ത് കളയേണ്ട കാര്യമില്ല. ചെയിൻ്റെ ഈ 2 സൈഡും ഉണ്ടല്ലോ, ഇവിടെയാണ് ആക്ച്വലി ലൂബ് നമ്മൾ ചെയ്യേണ്ടത്. ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങോട്ട് അത് സ്പ്രെഡ് ആയിക്കോളും. അത് നമ്മൾ ഈ പുറത്തുനിന്ന് നമ്മൾ ലൂബ് സ്പ്രേ ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടും പെട്ടെന്ന് അതങ്ങ് തെറിച്ച് പോകാനും, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സമയം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തെറിച്ച് പോകാനും, അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പിടിക്കാനും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതിനെക്കാട്ടി നമുക്ക് ഉള്ളിൽ നിന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ലൂബ് നല്ല രീതിയിലാവും. ഞാൻ യൂഷ്വലി സ്പ്രേ ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക, എനിക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഈ ഉള്ളിൽ ഈ ചെയിൻ്റെ ഞാൻ പറഞ്ഞത് തന്നെ ഈ ഒരു 2 സൈഡിലായിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡിൽ സ്പ്രേ ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് നമ്മുടെ ഈ ഒരു ബൈക്കിൻ്റെ ഏരിയയിലോട്ട് ഒരുപാട് ഇത് തെറിക്കാറില്ല. സോ നമുക്ക് എന്തായാലും സ്പ്രേ ചെയ്യാം. ഇതുപോലെ ചെയിൻ്റെ ഈ ഒരു വോളിൽ മാത്രം, ഈ ഒരു 2 സൈഡിലും മാത്രം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി.
നിങ്ങൾ കാണാം ലൂബ് ഒരുപാട് വേസ്റ്റ് ആവില്ല. അതിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് അതിങ്ങനെ സ്പ്രെഡായി വരികയും ചെയ്യും. ഫോം ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഈ ഏരിയയിൽ തന്നെ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം. മാത്രമല്ല ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് താഴെ പറയാം. നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് ഒരു ഐഡിയ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അതും ഈ ഒരു വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം. സോ ഗൈസ്, നിങ്ങൾ ഈ കണ്ടതുപോലെ തന്നെ ഈ 2 പ്രൊഡക്ട്സ് മാത്രമാണ് ഞാനിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഗിയർ ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്, അത് നല്ലതാണെന്നാണ് കേട്ടുള്ളത്. പക്ഷേ എനിക്ക് ഈ ഓയിൽ തെറിക്കും എന്നുള്ളൊരു കൺസേൺ ഉണ്ട്. എനിക്കത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഗിയർ ഓയിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഈ ടി വി എസിൻ്റെ ഈ ഒരു ഫോം ടൈപ്പ് ലൂബാണ്. ഞാൻ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് പോകില്ല, മാത്രമല്ല നല്ലൊരു ലൂബ്രിക്കേഷൻ പോയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓടിക്കാൻ നല്ല പക്ക സ്മൂത്ത് ഫീലാണ്. ചെയിൻ ക്ലീൻ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്രോൾ പോലെയുള്ള ഒരുപാട് ഷാർപ്പായിട്ടുള്ള സാധനമൊന്നും യൂസ് ചെയ്യുന്നത്. കാര്യം ചെയിനിൻ്റെ സൈഡിൽ ഓറിങ്സ് ഉണ്ട്. ആ ഓറിങ്സ് റബ്ബറാണ്. സോ ഈ പെട്രോൾ പോലെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓറിങ്സിന് ഡാമേജ് വരും. ഓറിങ്സ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ ചെയിനിനുള്ളിൽ തന്നെ പ്രീ ലൂബ് ഉണ്ട്. അതായത് ഈ ഒരു റബ്ബർ ബുഷ് വെച്ചാണ് ആ ഒരു ലൂബ് അവർ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പോയി ചെയിൻ പെട്ടെന്ന് ഡാമേജ് ആയി പോകും. സോ എല്ലാവരും നല്ല രീതിയിൽ വണ്ടി കൊണ്ടു നടക്കുക. മാക്സിമം നല്ല രീതിയിൽ പറ്റുന്ന മെയിൻ്റനൻസ് കറക്റ്റ് സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്യാഷ് ഇതിൽ സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് ചുമ്മാ നേരത്തെ തന്നെ നമുക്ക് ചുമ്മാ ഇത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴത്ത് എഴുതുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.